ജോസഫ് ആന്റണി, ഈ നേപ്പാളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഒലി രാജിവെച്ചിരിക്കുന്നു, നേരത്തെ ചില മന്ത്രിമാർ രാജിവെച്ചിരിക്കുന്നു. എന്താണ് നേപ്പാളിൽ ഇപ്പോൾ താങ്കൾ കാണുന്ന രാഷ്ട്രീയ അന്തരീക്ഷം? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളെയൊക്കെ മരവിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ജനറേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതായത് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവിടെ ഈ സമരവും പ്രക്ഷോഭവുമായിട്ട് രംഗത്ത് വരുന്നു. ആ സമരത്തെ അടിച്ചമർത്താനായിട്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നു. അതിലെ കുറച്ചുപേര് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്നു. അങ്ങനെ അതായത് അവിടുത്തെ ഈ ആഭ്യന്തര രാഷ്ട്രീയം വളരെ സംഘർഷഭരിതമായി നിൽക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ കെ.പി. ശർമ്മ ഒലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നാണ്. പ്രചണ്ഡയും ഒക്കെ ആയിട്ട് ചേർന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വലിയ വമ്പിച്ച വിജയം നേടിയതാണ്. പിന്നെ പ്രചണ്ഡയും ശർമ്മ ഒലിയും തമ്മിൽ പിണങ്ങി, പിന്നെ പാർട്ടി രണ്ടായി മാറി. ശർമ്മ ഒലി അതായത് നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറി പ്രധാനമന്ത്രിയാവുന്നു, പരസ്പരം യോജിക്കാൻ പറ്റാത്ത പാർട്ടികളും ഒക്കെ ആയിട്ട് അലയൻസ് ഉണ്ടാക്കുന്നു. ആ തരത്തിലൊക്കെയാണ് നമ്മൾ ഈ നേപ്പാളി രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു അഴിമതിയുടെ ഒരു ചിത്രം കൂടി അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പൊ അതിനെ അതായത് ഇത്തരം വാർത്തകളോട് വരുമ്പോ അതിനെ കൂടി മൂടി വെക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെല്ലാം നിരോധിച്ചത് എന്നുള്ളൊരു ആരോപണം വന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫലമായിട്ടാണ്, അതായത് ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണല്ലോ ഇപ്പോൾ ഈ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിക്കുന്നത്. അപ്പൊ അതിനെ നിരോധിച്ചതോട് കൂടിയിട്ട് ഈ പറഞ്ഞ ജനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് രംഗത്ത് വരികയും ഈ പ്രക്ഷോഭം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് ഇത്രയും ഈ വിവരങ്ങളൊക്കെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘർഷം നടന്നു, പുറപ്പേരും മരിച്ചു ഈ സംഘടനത്തിന്റെ ഫലമായിട്ട്. അപ്പൊ മന്ത്രി രാജിവെച്ചു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം രാജിവെക്കാൻ നിർബന്ധിതമായിരിക്കുന്നു എന്നാണ് നമ്മുടെ അവിടുത്തെ ശർമ്മ ഒലി. തുറന്നുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു സമരം എന്ന അർത്ഥത്തിലാണ് ഈ ഒരു യുവജന പ്രക്ഷോഭം അവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. പക്ഷെ അത് മാത്രമാണോ? വേറെ എന്തെങ്കിലും മറ്റ് പുറമേക്കുള്ള സ്വാധീനമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നിലവിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും സ്വാധീനം ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നില്ല. കാരണം അവിടുത്തെ രാഷ്ട്രീയം തന്നെ വളരെ കോംപ്ലക്സ് ആയി മാറിയിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നു. പ്രചണ്ഡയും ഒക്കെ ആയിട്ട് ഒരുമിച്ച് നിന്ന് അധികാരത്തിൽ വന്നു. എന്നിട്ട് അദ്ദേഹവും പ്രചണ്ഡയും കെ.പി. ശർമ്മ ഒലിയും തമ്മിൽ പിണങ്ങി. പ്രചണ്ഡ എന്നിട്ട് കുറച്ചു കാലം പ്രധാനമന്ത്രിയായിട്ടിരുന്നു. എന്നിട്ട് ആ മന്ത്രിസഭ തകർന്നു. പിന്നെ ഇവര് നേപ്പാളി കോൺഗ്രസുമായിട്ട് ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കുന്നു. പിന്നെ പ്രചണ്ഡയും ശർമ്മ ഒലിയും തമ്മിൽ യോജിച്ച് മന്ത്രിസഭ ഉണ്ടാക്കുന്നു. അതിന് പിന്തുണ നിർവഹിക്കുന്നു. ഈ തരത്തിൽ ഈ മന്ത്രിസഭകളുടെ ഒരു ഒരു സ്ഥിരതയില്ലായ്മ അവിടുത്തെ ഒരു പ്രശ്നമായി മാറുന്നു. അതോടൊപ്പം കെ.പി. ശർമ്മ ഒലി അദ്ദേഹത്തിന്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുമായിട്ടൊരു സംഘടനം രൂപപ്പെടുത്തിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ 2019 നമ്മള് ഈ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മളൊരു മാപ്പ് പുറപ്പെടുവിച്ചു. അതുപോലെ തന്നെ ലിംബ്യാതുര, കാലാപാനി എന്നുള്ള സ്ഥലങ്ങളിൽ നേപ്പാളിന്റെ പ്രദേശമാണ് എന്ന് പറഞ്ഞിട്ട് അവർ പുതിയ മാപ്പ് ഉണ്ടാക്കുകയും അതിന്റെ പേരിൽ അവിടുത്തെ ഭരണഘടന അമെൻഡ് ചെയ്ത് പുതിയ മാപ്പ് ഇറക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ തരത്തിൽ അവിടുത്തെ ഏത് തരത്തിലുള്ള അധികാരം നിലനിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് ഈ ശർമ്മ ഒലി ഇന്ത്യയുമായിട്ടും ഒരു ശത്രുതാപരമായ നിലപാടിലേക്ക് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവം നിലനിൽക്കുമ്പോൾ നമുക്കറിയാം, വേറൊരു രാഷ്ട്രീയം നമ്മൾ കാണുന്നത് അവിടെ ഈ രാജാവിനെ അധികാരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ നമുക്കറിയാം, അവിടുത്തെ ഹിന്ദുത്വ, കാരണം ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രമാണല്ലോ അത്, റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പ്. അപ്പൊ അങ്ങനെയുള്ള ശക്തികൾ അവിടെ വളരെ ശക്തമായി വരുന്നുണ്ട്. അതിന്റെ ഒരു കാരണമായി പറയപ്പെടുന്നത് അവിടെ നിലനിൽക്കുന്ന ഈ ഭരണസ്ഥിരതയില്ലായ്മയും അഴിമതിയും, അതിന്റെ ഭാഗമായിട്ടുള്ള അഴിമതിയും അതിന്റെ കാരണമായി പറയുന്നുണ്ട്. അത്തരം ഫോഴ്സസും ഈ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ശ്രീ ജോസഫ് ആന്റണി പ്രതികരിച്ചതിന്.